कृष्णाय वासुदेवाय हरये परमात्मने प्रणतक्लेशनाशाय गोविन्दाय नमो नमः। रामाय रामभद्राय रामचन्द्राय वेधसे रघुनाथाय नाथाय सीताय पतये नमः। श्री सीता लक्ष्मण भरतशत्रुघ्न हनुमൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമ. യത്ര യത്ര രഘുനാഥ കീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. അപ്പോൾ സീതയെ കൊണ്ടുവരാൻ പറഞ്ഞുല്ലോ. അപ്പോൾ സീതയെ കൊണ്ടുവന്നപ്പോൾ ആ മായാ സീതയെ കണ്ടിട്ട്, ശരിക്കുള്ള സീതയല്ല, ശരിക്കുള്ള സീത അഗ്നിയിൽ മറിഞ്ഞിരിക്കുകയാണല്ലോ. അപ്പോൾ ഈ മായാ സീതയെ കണ്ടിട്ട് ഭഗവാൻ പറയാൻ പാടില്ലാത്ത വാക്കുകളെ സീതയോട് പറഞ്ഞു എന്ന് പറഞ്ഞാണ് നമ്മൾ നിർത്തിയത് അല്ലേ. ബഹുശപ്രാഹ അവാച്യവാദൻ എന്ന് പറഞ്ഞു. പറയാൻ പാടില്ലാത്ത കുറേ വാക്കുകൾ രഘുനന്ദനൻ പറഞ്ഞു എന്നാണ് പറഞ്ഞത് നമ്മളാട്ടോ. ഇനി 78 ഒരു വരിയും 79 വായിക്കാം. അമൃഷ്യമാണ സാ സീതാ വചനം രാഘവോദിതം. 79 ലക്ഷ്മണം പ്രാഹമേ ശീഘ്രം പ്രജ്വാലയ ഹുതാശനം വിശ്വാസാർത്ഥം ഹി രാമസ്യ ലോകാനാം പ്രത്യയായ ച. രാഘവോദിതം വചനം, രാമനാൽ പറയപ്പെട്ട, അതായത് പറയാൻ പാടില്ലാത്ത വാക്കുകളെ അമൃഷ്യമാണ് സാ സീത, അത് സഹിക്കാൻ പറ്റാത്തവളായിട്ട് ആ സീത ലക്ഷ്മണം പ്രാഹ, ലക്ഷ്മണനോട് പറഞ്ഞു, ഹി നിശ്ചയമായിട്ടും എനിക്ക് ഹുതാശനം അഗ്നിയെ പ്രജ്വാലയ, അഗ്നി തീയു കൂട്ടൂ എന്ന് പറഞ്ഞു. അഗ്നി ജ്വലിപ്പിക്കാൻ പറഞ്ഞു, തീയു കൂട്ടാൻ പറഞ്ഞു. രാമസ്യ വിശ്വാസാർത്ഥം, രാമൻ എന്നെ വിശ്വാസമില്ല എന്നല്ലേ പറഞ്ഞ, രാമൻ്റെ വിശ്വാസത്തിനായിക്കൊണ്ട് ലോകാനാം ലോകങ്ങളുടെ പ്രത്യയായ അറിവിനായിക്കൊണ്ടും. അപ്പം എന്താ പറഞ്ഞ വെച്ചാൽ, രാമൻ അങ്ങനെ പറയാൻ പാടില്ലാത്ത വാക്ക് കേട്ട് പറഞ്ഞുവല്ലോ. കാരണം സീതയുടെ പരിശുദ്ധത എത്ര ഉണ്ടെന്ന് അറിയില്ല. ഇത്ര കാലം രാക്ഷസൻ്റെ ഒരു രാജധാനിയിൽ താമസിക്കുന്ന സ്ത്രീയല്ലേ, പരിശുദ്ധത എത്ര ഉണ്ടെന്ന് അറിയില്ല. പരിശുദ്ധി അത് പരീക്ഷിക്കണം എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ രാമൻ പറഞ്ഞതിനെ സഹിക്കാൻ വയ്യാതെ സീത ലക്ഷ്മണനോട് പറഞ്ഞു, ലക്ഷ്മണ, എനിക്ക് വേണ്ടി അഗ്നി ജ്വലിപ്പിക്കൂ, തീയു കൂട്ടൂ. നിശ്ചയമായി ഞാൻ തീർച്ചയായിട്ടും രാമൻ്റെ വിശ്വാസത്തിനും ലോകത്തിലത്തെ എല്ലാവരുടെയും അറിവിനും വേണ്ടിയിട്ട് ഞാനതിൽ പ്രവേശിക്കാൻ തീർച്ചയാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അമൃഷ്യമാണ സാ സീത, അത് കേട്ടിട്ട് സങ്കടമായി സീതയ്ക്ക്. പറയാൻ പാടില്ലാത്തൊക്കെ പറഞ്ഞു. സീതാ വചനം രാഘവോദിതം. 79 ലക്ഷ്മണം പ്രാഹമേ ശീഘ്രം പ്രജ്വാലയ ഹുതാശനം വിശ്വാസാർത്ഥം ഹി രാമസ്യ ലോകാനാം പ്രത്യയായ ച. ലോകത്തിനെയും രാമനെയും വിശ്വസിപ്പിക്കാൻ ഞാൻ തീയിൽ ചാടാം എന്ന്. ഇനി 80, 81 ഒരു വരി. രാഘവസ്യ മതം ജ്ഞാത്വാ ലക്ഷ്മണോപി തദൈവ ഹി മഹാകാഷ്ഠചയം കൃത്വാ ജ്വാലയിത്വാ ഹുതാശനം രാമപാർശ്വം ഉപാഗമ്യ തസ്ഥൗ തുഷ്ണീം അരിന്ദമ. രാഘവസ്യ, രാമൻ്റെ മതം ജ്ഞാത്വ, രാമനും അതന്നെയാണ് അഭിപ്രായം എന്നറിഞ്ഞിട്ട് ലക്ഷ്മണൻ അപ്പോൾ തന്നെ തദായേവ, അപ്പോൾ തന്നെ മഹാകാഷ്ഠചയം കൃത്വ, ധാരാളം വിറക് കൊണ്ടുവന്നിട്ട് ഹുതാശനം ജ്വാലയിത്വ, അഗ്നിയെ ജ്വലിപ്പിച്ചിട്ട് അരിന്ദമ, ശത്രുക്കളെ നശിപ്പിക്കുന്നവൻ രാമപാർശ്വം, രാമസമീപത്തെ ഉപാഗമ്യ, എന്നിട്ട് രാമൻ്റെ അടുത്ത് ചെന്നിട്ട് തൂഷ്ണീം തസ്ഥൗ, മിണ്ടാതെ നിന്നു. എന്താ വെച്ചാൽ രാമൻ്റെയും ഇഷ്ടം അതന്നെയാണെന്ന് മനസ്സിലായിട്ട് ലക്ഷ്മണൻ എന്താ ചെയ്ത്, അതായത് സീത പറഞ്ഞു തീയു കൂട്ടിക്കൊള്ളൂ എന്ന് പറഞ്ഞപ്പോൾ സീത പറയണത് ശരിയാണ്, എല്ലാവരുടെയും എൻ്റെ വിശ്വാസത്തിനും ബാക്കിയുള്ളവരുടെ വിശ്വാസത്തിനും സീത അഗ്നിയിൽ പ്രവേശിക്കട്ടെ എന്ന് ആണ് രാമൻ്റെയും ഇംഗിതം എന്ന് മനസ്സിലായപ്പോൾ വേഗം ധാരാളം വിറക് കൊണ്ടുവന്ന് തീയു കൂട്ടി അഗ്നി ജ്വലിപ്പിച്ചിട്ട് ശത്രുക്കളെ സംഹരിക്കാൻ സമർത്ഥനായ ലക്ഷ്മണൻ രാമൻ്റെ അടുത്ത് മിണ്ടാതെ നിന്നു. തൂഷ്ണീം എന്ന് പറഞ്ഞില്ലേ, മൗനം പാലിച്ചു നിന്നു. തൂഷ്ണീം തസ്ഥൗ, മിണ്ടാതെ നിന്നു എന്ന്. രാഘവസ്യ മതം ജ്ഞാത്വാ ലക്ഷ്മണോപി തദൈവ ഹി മഹാകാഷ്ഠചയം കൃത്വാ ജ്വാലയിത്വാ ഹുതാശനം രാമപാർശ്വം ഉപാഗമ്യ തസ്ഥൗ തുഷ്ണീം അരിന്ദമ.
ഇനി അരിന്തമൻ എന്ന് പറഞ്ഞാൽ ശത്രുക്കളെ നിഷ്പ്രയാസം കൊല്ലാൻ കഴിവുള്ള ആളതാണ്. അപ്പോൾ ലക്ഷ്മണൻ അങ്ങനെയാണല്ലോ, ഇന്ദ്രിയത്തിനെയൊക്കെ കൊന്നില്ലേ. ഇനി 81 ഒരു വരി ആദ്യം. തത സീതാ പരിക്രമ്യ രാഘവം ഭക്തി സംയുത. ഇനി 82, പിന്നെ 83 ഒരു വരി. പശ്യതാം സർവലോകാനാം ദേവരാക്ഷസയോഷിതാം പ്രണമ്യ ദേവതാഭ്യശ്ച ബ്രാഹ്മണേഭ്യശ്ച മൈഥിലി ബദ്ധാഞ്ജലിപുടാ ചേദം ഉവാച അഗ്നിസമീപക. സീത തീയിൽ ചാടാൻ ഭാവിക്കാൻ കേട്ടോ. താതാ അതിനുശേഷം ഭക്തി സംയുത സീത, ഭക്തിയോടുകൂടിയ സീത രാഘവം പരിക്രമ്യ, രാഘവനെ അതായത് ഭഗവാനെ പ്രദക്ഷിണം ചെയ്തിട്ട് സർവലോകാനാം സർവലോകങ്ങളും ദേവരാക്ഷസ യോഷിതാം ദേവസ്ത്രീകളും രാക്ഷസ്ത്രീകളും പശ്യതാം എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കേ മൈഥിലി സീതാദേവി ദേവതാഭ്യ ച ദേവതകൾക്കായിക്കൊണ്ടും ബ്രാഹ്മണേഭ്യ ച ബ്രാഹ്മണർക്കായിക്കൊണ്ടും പ്രണമ്യ ദേവന്മാരെയും ബ്രാഹ്മണരെയും നമസ്കരിച്ചിട്ട് അഗ്നിസമീപക അഗ്നിയുടെ സമീപത്തിൽ എത്തി ബദ്ധാഞ്ജലി പുട അതായത് അഞ്ജലി കൈ കൂപ്പിയവളായിട്ട് ഇതം ഉവാച ഇത് പറഞ്ഞു എന്ന്. അപ്പോൾ തീയൊക്കെ റെഡിയായി, തീയൊക്കെ നല്ലോണം ജ്വലിക്കാൻ തുടങ്ങി, നല്ലോണം കത്താൻ തുടങ്ങിയപ്പോൾ ഭക്തിയോട് വളരെ ഭക്തിയുള്ള സീത ശ്രീരാമനെ പ്രദക്ഷിണം ചെയ്തു. പിന്നെയും സർവ്വജനങ്ങളും ദേവസ്ത്രീകളും രാക്ഷസ്ത്രീകളും ഒക്കെ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ ദേവന്മാർക്കും ബ്രാഹ്മണർക്കായിട്ട് നമസ്കാരം ചെയ്തു. ഭഗവാനെ നമസ്കരിച്ചതിന് ശേഷം ദേവന്മാരെയും ബ്രാഹ്മണരെയും നമസ്കരിച്ചു. എന്നിട്ട് അഗ്നിയുടെ ആ കത്തി ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന അഗ്നിയുടെ അടുത്ത് ചെന്നിട്ട് ശിരസിലെ കൈ രണ്ടും കൂപ്പിയിട്ട് ഇപ്രകാരം പറഞ്ഞു. അതാണ് അഗ്നിയോട് പറയണ, അഗ്നി ഭഗവാനോടെ. തത സീതാ പരിക്രമ്യ രാഘവം ഭക്തി സംയുത പശ്യതാം സർവലോകാനാം ദേവരാക്ഷസയോഷിതാം പ്രണമ്യ ദേവതാഭ്യശ്ച ബ്രാഹ്മണേഭ്യശ്ച മൈഥിലി ബദ്ധാഞ്ജലി പുടാ ചേദ് ഉവാച അഗ്നി സമീപന. കൈ രണ്ടും കൂപ്പിയിട്ട് അഗ്നിയുടെ അടുത്ത് എന്ന് പറഞ്ഞു. യഥാമേ ഹൃദയം നിത്യം നാപസർപ്പതി രാഘവാദ് തഥാ ലോകസ്യ സാക്ഷി മാം സർവത പാതുപാവക. അതായത് അഗ്നിയോട് പറയാണ്, മേ ഹൃദയം എൻ്റെ മനസ്സ് നിത്യം എന്നും നിത്യം രാഘവാദ് രാമനിൽ നിന്ന് യഥാ ന അപസർപ്പതി ഏത് വിധം രാമനിൽ നിന്ന് വിട്ടുപോകാതിരിക്കുന്നു. അതായത് മനസ്സിൽ വേറെ ഒരാളെ പോലും ചിന്തിച്ചിട്ടില്ല എന്ന്. എൻ്റെ മനസ്സ് രാമനിൽ നിന്ന് വേർപെടാതിരിക്കുന്നുവോ തഥാ അപ്രകാരം ലോകസ്യ സാക്ഷി പാവക ഈ ലോകത്തിൻ്റെ മുഴുവൻ സാക്ഷിയായ അഗ്നി ഭഗവാൻ മാം എന്നെ സർവതഃ പാതു എല്ലാറ്റിൽ നിന്നും രക്ഷിക്കട്ടെ. എന്താ പറഞ്ഞറിയോ, എൻ്റെ ഹൃദയം എപ്പോഴും ശ്രീരാമനെ വിട്ടു പിരിയാതെ ഇരിക്കുകയാണ് എന്ന് ലോകത്തിന് കാട്ടിക്കൊടുക്കുന്ന അഗ്നി ഭഗവാൻ എന്നെ സർവ്വദുഃഖത്തിൽ നിന്നും രക്ഷിക്കട്ടെ എന്നാണ് പറയുന്നത്. അതായത് എൻ്റെ ഹൃദയം എപ്പോഴും ശ്രീരാമനെ വിട്ട് ഞാൻ മറ്റൊന്നും ചിന്തിച്ചിട്ടില്ലെന്ന് ലോകത്തിന് കാണിച്ചു കൊടുക്കാനായിട്ട് അഗ്നി ഭഗവാൻ എന്നെ രക്ഷിക്കട്ടെ. അതായത് അഗ്നി ഭഗവാൻ പൊള്ളിച്ചില്ലാച്ചോട്ടെ, സീതയ്ക്ക് പൊള്ളലേറ്റില്ലാച്ചാൽ അതിൻ്റെ അർത്ഥം എന്താ, അങ്ങേയറ്റം പരിശുദ്ധയാണെന്ന്. പരിശുദ്ധയാണെങ്കിലേ പൊള്ളലേക്കാതിരിക്കുള്ളൂ. അതുകൊണ്ടാണ് അഗ്നി ഭഗവാൻ പറയണത്, ഞാൻ പരിശുദ്ധയാണ് എന്ന് ലോകത്തിന് മുഴുവൻ പറഞ്ഞു കൊടുക്കാനായിട്ട്, അല്ലെങ്കിൽ ലോകത്തിന് തെളിവ് ആയിട്ട് എന്നെ അഗ്നി ഭഗവാൻ കാത്തു രക്ഷിക്കണമെന്ന് പറഞ്ഞാൽ എൻ്റെ പരിശുദ്ധി കാരണം എൻ്റെ ദേഹത്തിലൊരു പൊള്ളലും ഏൽക്കരുതേ തന്നെയാണ്. യഥാമേ ഉറപ്പുണ്ട് വേറൊരാളെ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുക ചിന്തിക്കുക ചെയ്തിട്ടില്ല എന്ന്. സീതയ്ക്ക് അത്ര പരിശുദ്ധയാണ്. യഥാമേ ഹൃദയം നിത്യം നാപസർപ്പതി രാഘവ തഥാ ലോകസ്യ സാക്ഷി മാം സർവത പാതുപാവക രക്ഷിക്കട്ടെ എന്ന്. ഏവമുക്ത്വാ തദാ സീത പരിക്രമ്യ ഹുതാശനം വിവേശജ്വലനം ദീപ്തം നിർഭയേണ ഹൃദാസതി. തഥാ അപ്പോൾ ഏവം മുക്ത ഇങ്ങനെ പറഞ്ഞിട്ട് ഹുതാശന അഗ്നിയെ പരിക്രമ്യ അതായത് അഗ്നിയെ പ്രദർശനം ചെയ്തിട്ട് നിർഭയേണ ഒരു ഭയവുമില്ലാതെ സതീദേവിയായിട്ടുള്ള സീത ദീപ്തം അങ്ങനെ കത്തിക്കാളുന്ന
ആ ജ്വലനം അഗ്നിയെ വിവേശ പ്രവേശിച്ചു. ഇങ്ങനെ പറഞ്ഞതിന് ശേഷം പതിവ്രതയായിട്ടുള്ള പരിശുദ്ധയായിട്ടുള്ള സീത അഗ്നികുണ്ഡത്തിനെ വലം വെച്ചിട്ട് ഭയം ഒട്ടും തന്നെ ഇല്ലാത്ത മനസ്സോടുകൂടി കത്തി തിളങ്ങണ ആ അഗ്നിയിൽ പ്രവേശിച്ചു. ഏവമുക്ത്വാ തഥാ സീത പരിക്രമ്യ ഹുതാശനം വിവേശജ്വലനം ദീപ്തം നിർഭയേണ ഹൃദാ സതി. 86. ദൃഷ്ട്വാ തതോ ഭൂതഗണാഃ സന്നിദ്ധാഃ സീതാം മഹാവന്യഗതാം വൃഷാർത്താഃ പരസ്പരം പ്രാഹുരഹോ സീതാം രാമശ്രിയം സ്വം കഥമത്യജജ്ഞഃ. സസിദ്ധ, സിദ്ധന്മാരോട് കൂടിയിട്ട് ഭൂതഗണങ്ങൾ മഹാവന്യഗതാം സീതാം, ആ വലിയ തീയിൽ പ്രവേശിച്ച സീതയെ ദൃഷ്ട കണ്ടിട്ട് ഭൃശാർത്ത ഏറ്റവും ദുഃഖിതരായിട്ട് ജ്ഞഃ സ രാമ ജ്ഞാനിയായ ആ രാമൻ സ്വാം ശ്രിയം സീതാം തൻ്റെ ശ്രീദേവിയായ സീതയെ കഥം അത്യജത് എങ്ങനെ ഇങ്ങനെ ത്യജിച്ചു, അഹോ കഷ്ടം എന്ന് പരസ്പരം പ്രാഹു പറഞ്ഞു. അതായത് ഇങ്ങനെ കത്തിജ്വലിക്കണ ആ അഗ്നിയിലേക്ക് ചാടിയ സീതയെ കണ്ടപ്പോൾ സിദ്ധന്മാരും ഭൂതഗണങ്ങളും ഒക്കെ അതിദുഃഖിതരായിട്ട് ഇങ്ങനെ പറഞ്ഞു. എന്താ തമ്മിൽ എന്താ പറഞ്ഞ്, തന്നെ വിട്ടുപിരിയാതിരിക്കുന്ന ഈ മഹാലക്ഷ്മിനെ ആയിട്ടുള്ള സീതയെ ആ തത്വം മുഴുവൻ അറിയുന്ന രാമൻ എങ്ങനെ ഉപേക്ഷിച്ചു, മഹാകഷ്ടായി എന്ന് പറയാണ്. എന്താ അറിയോ, ഭയങ്കര ദുഃഖമായി സീത തീയിലേക്ക് ചാടണ കണ്ടിട്ട്. അപ്പോൾ അവിടെയുള്ള സിദ്ധന്മാരൊക്കെ തമ്മിൽ പറയണ അവര് എന്താ അറിയോ, ഒരിക്കലും വിട്ടുമാറാതെ ഇരിക്കണ ആളാണ് മഹാലക്ഷ്മി, ഒരിക്കലും ഭഗവാനെ വിട്ടുപിരിയില്ല. അങ്ങനത്തെ ഭഗവാൻ അങ്ങനെയാണ് അല്ലേ മഹാലക്ഷ്മി. അതാണ് തന്നെ വിട്ടുപിരിയാതിരിക്കുന്ന ശരിക്കും മഹാലക്ഷ്മി തന്നെയായ സീതയെ തൻ്റെ കൂടെ എപ്പോഴും ഉണ്ട്, ഒരിക്കലും വിട്ടുപിരിയില്ല. ഇത് മായാസീതയാണല്ലോ. അപ്പോൾ സിദ്ധന്മാർ പറയാണ്, തന്നെ വിട്ടുപിരിയാതെ ഏത് സമയവും തൻ്റെ കൂടെ ഇരിക്കുന്ന മഹാലക്ഷ്മി തന്നെ ആയിട്ടുള്ള ആ സീതയെ ആ തത്വമൊക്കെ നന്നായിട്ട് അറിയുകയും ചെയ്യാം. അങ്ങനെയുള്ള രാമൻ എങ്ങനെ ഉപേക്ഷിച്ചു, മഹാകഷ്ടായി. രാമൻ ഇത് മായാസീതയാണെന്ന് അറിയുമെന്ന് നടിക്കാണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണല്ലോ സംശയമൊക്കെ. മായാസീതയാണ് സാധാരണ സീതയ്ക്ക് ഒരു പരീക്ഷണവും വേണ്ട, ഒരിക്കലും ഭഗവാന്റെ അടുത്ത് നിന്ന് മാറൂല്ല, ഭഗവാന്റെ അടുത്ത് ഇപ്പോഴും ഉണ്ട്. അപ്പോൾ ഭഗവാൻ ഈ തത്വമൊക്കെ അറിഞ്ഞിട്ടും ഭഗവാൻ എന്താ അങ്ങനെ ചെയ്യണമെന്ന് ഇവർ തമ്മിൽ പറഞ്ഞു. ദൃഷ്ട്വാ തതോ ഭൂതഗണാ സന്നിദ്ധാഃ, സന്നിദ്ധ എന്നല്ല സസിദ്ധ എന്നാണ് കേട്ടോ, തെറ്റി അച്ചടിച്ചിരിക്കുകയാണ്. ദൃഷ്ട്വാ തതോ ഭൂതഗണാ സസിദ്ധാഃ സീതാം മഹാവന്യഗതാം ഭൃശാർത്താഃ പരസ്പരം പ്രാഹുരഹോ സീതാം രാമശ്രിയം സ്വാം കഥമത്യജജ്ഞഃ. എല്ലാം അറിയണ രാമൻ എന്താ ഇങ്ങനെ സീതയെ ത്യജിച്ചത്, മഹാലക്ഷ്മി തന്നെയായിട്ടുള്ള സീതയെ, ഒരിക്കലും തന്നെ വിട്ടുപിരിയാത്ത സീതയെന്ന് അവർ തമ്മിൽ പറഞ്ഞു. ഇതി ശ്രീമദ് അധ്യാത്മരാമായണേ ഉമാമഹേശ്വര സംവാദേ യുദ്ധകാണ്ഡേ 12 സർഗ. 12ാം സർഗം കഴിഞ്ഞു യുദ്ധകാണ്ഡത്തിൽ. ഇനി നമ്മൾ 13ാം സർഗത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ യുദ്ധകാണ്ഡം 13ാം സർഗം. ഇനി അപ്പോൾ തീരെ ചാടി ഇവരിങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞാൽ നമ്മൾ നിർത്തിയത് കേട്ടോ. ഇനി യുദ്ധകാണ്ഡം 13ാം സർഗം ആദ്യ ശിവൻ പറയണതാണ്. ശ്രീ മഹാദേവ ഉവാച 3 ശ്ലോകം. തതശക്രസഹസ്രാക്ഷോ യമശ്ച വരുണസ്തഥാ കുബേരശ്ച മഹാതേജ പിനാകീ വൃഷവാഹന ബ്രഹ്മവിദാം ശ്രേഷ്ഠോ മുനിഭിः സിദ്ധചാരണൈ പിതരോ ഋഷയ സാധ്യ ഗന്ധർവാപ്സരസോ ഗണാഃ ഏതേ ചാന്യേ വിമാനാഗ്രേ രാജഗ്മുര്യത്ര രാഘവ അബ്രുവൻ പരമാത്മാനം രാമം പ്രാബ്ജ്വലയംശ്ചതേ. ഇനി എന്താ മഹാദേവൻ പറയാണ് ശ്രീപാർവതിയോട്. തഥ അതിനുശേഷം സഹസ്രാക്ഷ, അതായത് 1000 കണ്ണുകളോടുകൂടിയ ശക്രൻ ഇന്ദ്രനും യമനും തഥാ വരുണനും, അതായത് സമുദ്രത്തിൻ്റെ അധിപൻ, മഹാതേജ മഹത്തായ തേജസ്സോടുകൂടിയ കുബേരനും പിനാകം എന്നു പേരായ വില്ല് കൈ പിടിക്കുന്ന വൃഷവാഹന കാളയായ വാഹനത്തോടു കൂടിയനും, അതായത് ശിവൻ,
ബ്രഹ്മവിദാം ശ്രേഷ്ഠ ബ്രഹ്മാജ, ബ്രഹ്മത്തെ അറിയുന്നവരിൽ ശ്രേഷ്ഠനായ ബ്രഹ്മാവും, മുനികളോടും, സിദ്ധചാരണൈഹി സിദ്ധചാരണന്മാരോടും, പിതൃക്കളോടും, ഋഷയ വലിയ വലിയ ഋഷിമാരോടും, സിദ്ധന്മാരോടും, ഗന്ധർവാപ്സരഗണാഹ ഗന്ധർവന്മാർ, അപ്സരസ്സുകൾ എന്ന ഗണങ്ങളോടും, ഏതേച്ച ഇവരും, അന്യേച്ച ബാക്കിയുള്ളവരും, ഇപ്പോൾ അവിടെ പറയാത്തവരും, വിമാനാഗ്രേ ഉത്തമങ്ങളായ വിമാനങ്ങളിൽ കൂടെ, എത്ര രാഘവനുള്ള ദിക്കിൽ ആ ജഗ്മു അവിടെ വന്നു എല്ലാവരും. പ്രാഞ്ജലയ എന്നിട്ട് പ്രാഞ്ജലയത്തെ അഞ്ജലിയാണ് കേട്ടോ, പ്രാഞ്ജലി അതാണ് പ്രാഞ്ജലയ, അതായത് കൂപ്പിയ കൈകളോടുകൂടി അവർ പരമാത്മായ രാമനോട് അബ്രുവൻ പറഞ്ഞു. എല്ലാവരും അവിടെ എത്തി. അപ്പോൾ പറഞ്ഞു, ശിവൻ പറയാണ്, സീത അഗ്നിയിൽ പ്രവേശിച്ച ഉടനെ 1000 കണ്ണുകളുള്ള ഇന്ദ്രനും യമനും വരുണനും കുബേരനും പരമശിവനും, അതായത് അവൻ പരമശിവൻ തന്നെ പറഞ്ഞു കേട്ടോ, അത് പരമശിവനും ഞാനും എന്ന് പറയാം, ബ്രഹ്മത്തെ അറിയുന്നവരിൽ ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ള ബ്രഹ്മാവും, മുനിമാരും, അതായത് സപ്തർഷികളടക്കമുള്ള മുനിമാരും, സിദ്ധന്മാരും, ചാരണന്മാരും, പിതൃക്കളും, ഋഷികളും, സിദ്ധന്മാരും, സാധ്യന്മാരും, ഗന്ധർവന്മാരും, അപ്സരസ്സുകളും എന്ന് വേണ്ട സകല ഇവിടെ പറയാത്ത ദേവതകളും, പിന്നെ നാഗങ്ങൾ, ഇങ്ങനെ എല്ലാവരും ശ്രീരാമൻ്റെ മുമ്പിൽ വന്ന് ശിരസ്, അതായത് കൈ രണ്ടും തലയിൽ 2 കൈയും കൂപ്പി തലയിൽ വെച്ചുകൊണ്ട് 2 കൈയും കൂപ്പിയിട്ട് പരമാത്മാവായ ശ്രീരാമനോട് ഇപ്രകാരം പറഞ്ഞു. എല്ലാവരും, ശിവൻ തന്നെയാണ് പറയണത്, ഞാനും ബ്രഹ്മാവും ഇന്ദ്രനും വരുണനും യമനും പിന്നെ ഈ ബാക്കിയുള്ള എല്ലാ ദേവതാഗണങ്ങളും, സിദ്ധന്മാരും ചാരണന്മാരും ഗന്ധർവന്മാരും എന്ന് വേണ്ട എല്ലാവരും കൂടി പരമാത്മാവായിട്ടുള്ള രാമൻ്റെ അടുത്ത് വന്നിട്ട് 2 കൈയും തലയിൽ വെച്ച് കൂപ്പിക്കൊണ്ട് ഇപ്രകാരം പറഞ്ഞു. ശ്രീ മഹാദേവോവാച തതശക്രസഹസ്രാക്ഷോ യമശ്ച വരുണസ്തഥാ കുബേരശ്ച മഹാതേജ പിനാകീ വൃഷവാഹന ബ്രഹ്മവിദാം ശ്രേഷ്ഠോ മുനിഭിः സിദ്ധചാരണൈ പിതരോ ഋഷയ സാധ്യ ഗന്ധർവാപ്സരസോ ഗണാഃ ഏതേ ചാന്യേ വിമാനാഗ്രേ രാജഗ്മുര്യത്ര രാഘവ അബ്രുവൻ പരമാത്മാനം രാമം പ്രാഞ്ജലയശ്ചതാ. കൈകൂപ്പിക്കൊണ്ട് എല്ലാവരും പറഞ്ഞു. എന്താ പറഞ്ഞ? കർത്താത്വം സർവലോകാനാം സാക്ഷി വിജ്ഞാന വിഗ്രഹ വസൂനാം അഷ്ടമോസിത്വം രുദ്രാണം ശങ്കരോ ഭവാൻ. ത്വം അങ്ങ്, അത് സ്തുതിക്കുക, സർവലോകങ്ങളുടെ കർത്ത, ഈ ലോകം മുഴുവൻ സൃഷ്ടിക്കുന്നത് അങ്ങാണ്. ജ്ഞാനവിഗ്രഹാത്തു, ജ്ഞാനസ്വരൂപനുമാണ്. ആൻഡ് സാക്ഷി മാത്രമായിട്ട് എല്ലാവരുടെയും അന്തര്യാമയെ നിൽക്കുന്നു. വസൂനാം, വസുക്കളുടെ മധ്യത്തിൽ, ത്വം അഷ്ടമഹാസി, നിന്തിരുവടി 8ാമത്തെ വസുവാണ്, അഷ്ടവസുക്കളിലെ 8ാമത്തവനാണ്. രുദ്രാണാം, രുദ്രന്മാരുടെ കൂട്ടത്തിൽ ഭവാൻ ശങ്കര, അങ്ങ് ശങ്കരനാണ്. അതായത് അങ്ങ് ഈ ലോകങ്ങളുടെ മുഴുവൻ സ്രഷ്ടാവാണ്. ജ്ഞാനസ്വരൂപനായിട്ടുള്ള നിന്തിരുവടി സാക്ഷിയാണ് എല്ലാറ്റിനും. വസുക്കളിലെ 8ാമനായിട്ടുള്ള പാവകനും വസുക്കളിലെ 8ാമനായിട്ടുള്ള അഗ്നിയും ഏകാദശ രുദ്രന്മാരിലെ 8ാമനായിട്ടുള്ള ശങ്കരനും ഒക്കെ അങ്ങനെയാണെന്ന്. അതായത് എന്താ വെച്ചാൽ ലോകങ്ങളുടെ മുഴുവൻ സൃഷ്ടി കർത്താവ് എന്ന് പറയുമ്പോൾ എന്താ, സകല കാര്യങ്ങൾ നടത്തുന്ന ആളല്ലേ. അപ്പോൾ പിന്നെ പറഞ്ഞു ഉടനെ സൃഷ്ടികർത്താവാണെങ്കിലും വെറും സാക്ഷി മാത്രമാണെന്ന് അല്ലേ. അതായത് ആ സൃഷ്ടി നടത്തുന്നുണ്ടെങ്കിലും പിന്നെ എല്ലാം ചെയ്യണത് മായാദേവിയാണ്, പ്രകൃതിയാണ് അല്ലേ. പുരുഷനായിട്ട് നിൽക്കണേ ഉള്ളൂ, സാക്ഷി മാത്രമായിട്ടേ. അപ്പോൾ ഇത് ശരിക്കും തന്നെ പരമാത്മ സ്വരൂപമായിട്ടുള്ള സ്തുതിയാണ്. സാധാരണ മനുഷ്യനൊന്നല്ല, പരമാത്മാവാണ് ഭഗവാൻ അറിഞ്ഞുകൊണ്ട് സ്തുതിക്കണതാണ് കേട്ടോ. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. കർത്താവാണെങ്കിലും സ്രഷ്ടാവാണെങ്കിലും സാക്ഷി മാത്രമാണെന്ന്. ലോകാനാം സാക്ഷി വിജ്ഞാന വിഗ്രഹ, ജ്ഞാനസ്വരൂപനുമാണ്.
വസൂനാം അഷ്ടമോസി ത്വം രുദ്രാണാം ശങ്കരോ ഭവാൻ. അങ്ങനെയാണ് എല്ലാ ദേവന്മാരായിട്ട് വിരാജിക്കണതും. അതെ. ഇനി ആദികർത്താസി ലോകാനാം ബ്രഹ്മത്വം ചതുരാനന അശ്വിനൗ ഘ്രാണഭൂതൗ തേ ചക്ഷുഷി ചന്ദ്രഭാസ്കരൗ ലോകാനാമാതിരന്തോസി നിത്യ ഏക സദോദിത സദാ ശുദ്ധ സദാ ബുദ്ധ സദാ മുക്തോ ഗുണോദയ. ലോകാനാം ലോകങ്ങളുടെ ആദികർത്ത അല്ലേ, എല്ലാറ്റിലും ആദിയായിട്ടുള്ള പുരുഷനാണ്. ചതുരാനന നാലും, അതായത് ഭഗവാൻ തന്നെയാണ് ബ്രഹ്മാവെന്ന്, രുദ്രനാണെന്ന് പറഞ്ഞല്ലോ മുമ്പേ. ഭഗവാൻ തന്നെയാണ് എല്ലാവരുടെയും പിതാമഹനായിട്ടുള്ള 4 മുഖങ്ങളോട് കൂടിയ ബ്രഹ്മ. അതാണ് ചതുർമുഖ ചതുരാനന ബ്രഹ്മ. ത്വം അസി അങ്ങു തന്നെയാണ് ബ്രഹ്മാവും. അശ്വിനൗ അശ്വിനി ദേവകളത്തെ അങ്ങയുടെ ഘ്രാണാഭൂതവും ആ ഘ്രാണമായി ഭവിച്ചവർ, അതായത് മൂക്കിൻ്റെ ഘ്രാണശക്തിയുടെ. ചന്ദ്രഭാസ്കരവും ചന്ദ്രനും സൂര്യനും ചക്ഷുഷി അങ്ങയുടെ നേത്രങ്ങളാണ്, വിശ്വരൂപം പറയണ പോലെ. ത്വം നിന്തിരുവടി ലോകാനാം ലോകങ്ങളുടെ ആദി മീൻസ് ആദ്യത്തെ കാരണവും. അന്തഹ പിന്നെ അവസാനം ലയിക്കുന്നതും അങ്ങയിലാണ്. നിത്യ അങ്ങ് നിത്യനാണ് അല്ലേ. ഏകനാണ്, രണ്ടാമതൊന്നില്ല. സദോദിത എപ്പോഴും ഉദിച്ചുകൊണ്ടിരിക്കുന്നവനാണ്. സദാ ശുദ്ധാണ്. സദാ ബുദ്ധ എപ്പോഴും അറിവായിരിക്കുന്നവന്, ജ്ഞാനസ്വരൂപനാണ്. ഗുണോദയ ഗുണങ്ങളുടെ ഉദയത്തോടു കൂടിയവനും ആസി ആകുന്നു. എന്താണ് പറയണച്ചാൽ ഇതൊരു പരബ്രഹ്മസ്തുതി തന്നെയാണ്. അതായത് ഈ അങ്ങ് സർവ്വലോകങ്ങളുടെയും കർത്താവാണ്. എന്താ പറയണ, ലോകങ്ങളുടെ സൃഷ്ടികർത്താവായ ബ്രഹ്മദേവനും അങ്ങനെയാണ്. അതായത് ലോകത്തിലുള്ളവര് ബ്രഹ്മദേവനായ, അതായത് ബ്രഹ്മാവിനെയാണ് ലോകത്തിൻ്റെ കർത്താവായിട്ട് സൃഷ്ടികർത്താവായിട്ട് നമ്മൾ പറയണത്. പക്ഷേ ആ ബ്രഹ്മാവും അങ്ങനെയാണ്. സർവജ്ഞനും സർവശക്തനും എല്ലാത്തിൻ്റെയും സൃഷ്ടികർത്താവുമായിരിക്കുന്ന അങ്ങയുടെ കടാക്ഷം കൊണ്ടാണ് സൃഷ്ടി നടക്കുന്നത്. ഒന്നിങ്ങനെ അല്ലേ വീക്ഷണം ചെയ്യുമ്പോൾ. അഥവാ ഈ ജ്ഞാനസ്വരൂപനും എല്ലാവരുടെ അന്തര്യാമിയായിരിക്കുന്ന നിന്തിരുവടി തന്നെയാണ് സൃഷ്ടി നടത്തണതെന്ന് ബ്രഹ്മാവ് പറയുന്ന. അതായത് ബ്രഹ്മാവ് പറയാണ് അങ്ങനെയാണ് സൃഷ്ടി നടത്തുന്നത്, ഞാനൊരു നിമിത്തം മാത്രമാണെന്ന്. അതായത് ബ്രഹ്മാവിനെയും നിയോഗിക്കുന്നത് ഭഗവാനാണല്ലോ. ആ ബ്രഹ്മാവിനെയാണ് ഭഗവാൻ എന്ന് പറഞ്ഞാൽ എന്താ, ബ്രഹ്മാവിനെ നിയോഗിക്കുന്നതും ഭഗവാൻ തന്നെയാണ്. പക്ഷെ ഭഗവാൻ സാക്ഷി മാത്രമായിട്ട് ഇരിക്കണേ ഉള്ളൂ, ബ്രഹ്മാവിനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നു. അങ്ങനെ ശരിക്കും സൃഷ്ടി സ്ഥിതി സംഹാരങ്ങളുടെ മുഴുവൻ കാരണമാണെങ്കിലും ഭഗവാനായിട്ടൊന്നും ചെയ്യുന്നില്ല. ആദികർത്താസി ലോകാനാം ബ്രഹ്മാത്വം ചതുരാനന അശ്വിനൗ ഘ്രാണഭൂതൗ തേ ചക്ഷുഷി ചന്ദ്രഭാസ്കരൗ ലോകാനാമാതിരന്തോസി നിത്യ ഏക സദോദിത സദാ ശുദ്ധ സദാ ബുദ്ധ അല്ലേ. എപ്പോഴും ശുദ്ധാണ്, അനശ്വരനാണ്, നിത്യം സനാതനാണ്, ശുദ്ധനാണ്, ബുദ്ധനാണ് മീൻസ് ജ്ഞാനിയാണ്, സദാ മുക്തനാണ്, അതായത് ഗുണങ്ങൾക്ക് അതീതനാണ്. ഇനി നമുക്ക് അടുത്തതും കൂടി വേണമെങ്കിൽ നോക്കട്ടെ കേട്ടോ, വേണ്ട ഇപ്പോൾ തൽക്കാലം ഇത് നിർത്താം. അതായത് ഇതിലൊക്കെ ഭഗവാനെ ഈ ഒരു ഇതിൽ പറയണത് മുഴുവൻ ബ്രഹ്മസ്തുതിയാണ്. അതായത് ഭഗവാനെ, ശ്രീരാമ ഭഗവാനെ ഇവിടെ ബ്രഹ്മമായിട്ട് കണ്ടിട്ടുള്ള സ്തുതിക്കണതാണ് കേട്ടോ. അത് കുറച്ചും കൂടി, അതായത് ആരാണ് ആദ്യം ബ്രഹ്മാവിനെ സൃഷ്ടിക്കുകയും പിന്നെ എന്താണ് ബ്രഹ്മാവിൻ്റെ ഹൃദയത്തിൽ വേദത്തെ പ്രകാശിപ്പിക്കുകയും ചെയ്തുവോ, സർവഭൂതങ്ങളിലും പിന്നെ ആ ബുദ്ധി അല്ലെങ്കിൽ ബോധത്തെ നൽകുന്ന ആ ദേവനെ സംസാരത്തിൽ നിന്ന് മുക്തനാകാൻ ആഗ്രഹിക്കുന്ന ഞാൻ ശരണം പ്രാപിക്കുന്നു എന്നൊക്കെയാണ് ബ്രഹ്മാവനെ പറയണത്. അതായത് ഈ ഭഗവാൻ തന്നെയാണ് ഈ ലോകം സൃഷ്ടിക്കുന്നതും. പിന്നെ നമ്മൾ പണ്ട് പറഞ്ഞത് ഓർമ്മയില്ലേ, ഭഗവാനാണ് നിമിത്ത കാരണം, സൃഷ്ടിക്കാനുള്ള നിമിത്ത കാരണത. പിന്നെയോ ഭഗവാനാണ് ഉപാദാന കാരണവും. ഭഗവാൻ തന്നെയാണ് ഈ ലോകവും. ഭഗവാനാണ് സൃഷ്ടിക്കണേ. ഭഗവാൻ അവനവനെ കൊണ്ട് തന്നെ, അവനവനെ ഉപയോഗിച്ച് തന്നെ സൃഷ്ടിക്കണേ. അതാണ് ഈ കാണപ്പെടുന്ന
ഈ ചരാചരാത്മകമായ സകല ജഗത്തും അങ്ങനെയാണ്. സൃഷ്ടിക്കുന്നതും ഭഗവാനാണ്, സൃഷ്ടിച്ചു കഴിഞ്ഞിട്ടുള്ള ജഗത്തും ഭഗവാൻ തന്നെ. അതുകൊണ്ടാണ് അശ്വിനി ദേവന്മാർ അങ്ങയുടെ മൂക്കാണെന്നും ചന്ദ്രസൂര്യന്മാർ അങ്ങയുടെ കണ്ണാണെന്നൊക്കെ പറയണത്. എല്ലാം ഭഗവാനല്ലാണ്ട് അവിടെ ഒന്നുമില്ല രണ്ടാമതാണ്. ഈ ഭഗവാൻ കാരണവും ഈ ലോകം കാര്യമാണ്. പക്ഷെ ഭഗവാനാൽ തന്നെ ഉണ്ടാക്കിയതാ. അതായത് മണ്ണുകൊണ്ട് കുട ഉണ്ടാക്കി, പക്ഷെ കുട ഉണ്ടാക്കാൻ ഒരാൾ വേണമല്ലോ. പക്ഷേ ഭഗവാന്റെ കാര്യത്തിൽ ലോകവും ഭഗവാനും ഒന്നാണ്, അത് ഉണ്ടാക്കിയ ആളും ഭഗവാനാണ്. അതാണ് നിമിത്ത കാരണം ഉപാദാന കാരണമാണ് എന്ന് പറയുകയാണ്. അങ്ങനെ ഭഗവാനെ ഒരു പരബ്രഹ്മ ആയിട്ട് തന്നെ കണ്ടിട്ടുള്ള ഒരു സ്തുതിയാണത്. അപ്പോൾ നമുക്കിവിടെ നിർത്താം. 5ഉം 6ഉം വായിച്ചിട്ട്. അതെല്ലാ ദേവന്മാരും കൂടി വന്ന് സ്തുതിക്കാൻ കേട്ടോ. ആദികർത്താസി ലോകാനാം ബ്രഹ്മത്വം ചതുരാനന അശ്വിനൗ ഘ്രാണഭൂതൗ തേ ചക്ഷുഷി ചന്ദ്രഭാസ്കരൗ ലോകാനാമാതിരന്തോസി നിത്യ ഏക സദോദിത സദാ ശുദ്ധ സദാ ബുദ്ധ സദാ മുക്തോ ഗുണോദയ. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. സീതാലക്ഷ്മണ ഭരതശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമഃ. ഗുരുവായൂരപ്പാ ശരണം.